സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ് വിയറ്റ്നാം. അവിടുത്തെ ലാൻഡ്സ്കേപ്പും കൾച്ചറും അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡും എല്ലാം കൊണ്ടും വിയറ്റ്നാം ട്രാവലേഴ്സിന് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയാണ്. തിരക്കുള്ള സിറ്റീസും പീസ്ഫുൾ ബീച്ചസും ഏൻഷ്യൻ കൾച്ചറും അതേപോലെ തന്നെ മോഡേൺ ലൈഫും വരെ എല്ലാം ഒരു പെർഫെക്റ്റ് മിക്സ് ആണ്. നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. അവിടെ നിന്ന് മലേഷ്യ വഴിയാണ് ഞങ്ങൾ വിയറ്റ്നാമിലേക്ക് പോയത്. ഞങ്ങൾ ആദ്യം പോയത് ഡനാങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സെൻട്രൽ വിയറ്റ്നാമിലുള്ള ഒരു കോസ്റ്റൽ സിറ്റിയാണ് ഡനാങ്. വിയറ്റ്നാമിലേക്കുള്ള ട്രാവൽ ടൈം നമുക്ക് കേരളത്തിൽ നിന്ന് കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം മോർണിംഗ് ടൈമിൽ എത്തുന്ന രീതിയിലുള്ള ഫ്ലൈറ്റ് ആണ് ചൂസ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ എത്തിയ ഉടനെ തന്നെ നമ്മൾ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തു. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒന്ന് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഫസ്റ്റ് ടാസ്ക് ഫുഡ്. വിയറ്റ്നാമീസ് cuisine വേൾഡ് ഫേമസ് ആണ്. സോ വി വെന്റ് ഔട്ട് ടു ഹാവ് സം ട്രഡീഷണൽ വിയറ്റ്നാമീസ് ഡിഷസ്. ഞങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ നല്ലൊരു ബീച്ച് ഉണ്ടായിരുന്നു ആൻഡ് ഞങ്ങൾ ആ ബീച്ചിലേക്കാണ് പോയത്. ഇവിടെ ഒരുപാട് ആളുകൾ ജോഗ് ചെയ്യുന്നുണ്ടായിരുന്നു, വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവരുടെ ട്രഡീഷണൽ തൈച്ചി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ ഒരു ക്യാബ് എടുത്തിട്ട് ഡ്രാഗൺ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയി. വിയറ്റ്നാം ട്രാവൽ ചെയ്യുമ്പോൾ ഫോണിൽ ഉണ്ടായിരിക്കേണ്ട മസ്റ്റ് ഫ്യൂ ആപ്സിൽ ഒരെണ്ണമാണ് ട്രാൻസ്ലേറ്റർ. ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. 2013 ബിൽഡ് ചെയ്ത ഒരു ഐക്കോണിക് ലാൻഡ്മാർക്ക് Dragon Bridge. It is famous for its weekend night shows when dragon breathe fire and water. ഈ ഷോ മെയിൻലി വീക്കെൻഡ്സിലാണ് ഉണ്ടാവുക. സോ ഇഫ് യു വാണ്ട് ടു സീ ദാറ്റ് പ്ലാൻ യുവർ ട്രിപ്പ് അക്കോർഡിംഗ്ലി. ഡ്രാഗൺ ബ്രിഡ്ജ് കണ്ടതിന് ശേഷം ഞങ്ങൾ ഒരു മാർക്കറ്റിലേക്ക് പോയി. അവിടെ ഒരുപാട് സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി എ ഷോപ്പിംഗ് ഹെവൻ ഫോർ ഗേൾസ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു ബാർഗെയിൻ. സോ ദാറ്റ് വാസ് അവർ ഡേ 1. ഡേ 2 ഇൻ ഡനാങ് ആൻഡ് ടുഡേസ് പ്ലാൻ ഇസ് ദ ഫേമസ് ബാന ഹിൽസ്. ക്യൂ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോർണിംഗ് 7 തന്നെ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഓൾമോസ്റ്റ് ഒരു 8:15 ഞങ്ങൾ ബാന ഹിൽസിലെത്തി. ടിക്കറ്റ്സ് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലൂക്ക് ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ഡിപ്പാച്ചർ സ്റ്റേഷനിലേക്ക് പോകണം. അവിടേക്ക് പോകുന്ന വഴിക്ക് ഓരോ കോർണേഴ്സും ഓരോ സ്പേസും അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പോയതുകൊണ്ട് തന്നെ ക്യൂ ഒന്നും നിൽക്കാണ്ട് ഡയറക്റ്റ് ഞങ്ങൾക്ക് കേബിൾ കാറിൽ കയറാൻ വേണ്ടി പറ്റി. ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു ദ മൗണ്ടൻ ടോപ്പ്. ദിസ് കേബിൾ കാർ ഇസ് ആക്ച്വലി വൺ ഓഫ് ദ ലോങ്സ്റ്റ് ആൻഡ് ഹയസ്റ്റ് ഇൻ ദ വേൾഡ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റോപ്പ് ഓബ്വിയസ്ലി ദ ഐക്കോണിക് ഗോൾഡൻ ബ്രിഡ്ജ്. ജയന്റ് സ്റ്റോൺ ഹാൻഡ്സിൽ ബ്രിഡ്ജ് ഹോൾഡ് ചെയ്യുന്ന പോലെയുള്ള ഡിസൈൻ ചെയ്ത ഈ ബ്രിഡ്ജ് 2018 ഓപ്പൺ ചെയ്തത്. സിൻസ് ദെൻ ഇറ്റ് ബിക്കേം വൺ ഓഫ് ദ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് പ്ലേസസ് ഇൻ വിയറ്റ്നാം. അവിടെ തന്നെ കുറെ ഏരിയാസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ആൻഡ് യു ക്യാൻ വാക്ക് അറൌണ്ട് ആൻഡ് എക്സ്പ്ലോർ. ആൻഡ് ലേറ്റർ അനദർ കേബിൾ കാർ എടുക്കണം ടു റീച്ച് ദ ബ്യൂട്ടിഫുൾ യൂറോപ്യൻ സ്റ്റൈൽ ഫ്രഞ്ച് വില്ലേജ്. ഓൾഡ് ഫ്രഞ്ച് ആർക്കിടെക്ചർ ഇൻസ്പയർ ചെയ്ത ഈ വില്ലേജ് ആക്ച്വലി വിയറ്റ്നാമിന്റെ കൊളോണിയൽ ഹിസ്റ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ കുറച്ച് അധികം തന്നെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ബാന ഹിൽസിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു 1 day തന്നെ അതിനുവേണ്ടി മാറ്റി വെക്കാൻ ശ്രമിക്കണം. യു ക്യാൻ ട്രൈ സം ഓഫ് ദ റൈഡ്സ് ഇഫ് യു വാണ്ട്. ദ വൺ വി ട്രൈഡ് വാസ് ദിസ് റൈഡ്. ഇറ്റ് വാസ് സോ മച്ച് ഫൺ. അറൌണ്ട് 2 മണിയോടെ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും കേബിൾ കാർ എടുത്ത് തിരിച്ചുപോയി. യു ക്യാൻ ബുക്ക് ഓൾ ദ ക്യാബ് റൈഡ്സ് ത്രൂ ഗ്രാബ് ആപ്പ് ആൻഡ് പേയ്മെന്റ് ആപ്പിൽ തന്നെ ചെയ്യുന്നതാണ് സേഫസ്റ്റ്. ആൻഡ് ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഡേ 2 ഇൻ ദനാങ്. ഹോയാൻ വിയറ്റ്നാമിലുള്ള ഒരു ടൈംലെസ് ടൗൺ. 15th സെഞ്ചുറിയിൽ ഒരു ബിസി ട്രേഡിംഗ് പോർട്ടായിരുന്നു ഹോയാൻ. ജപ്പാൻ, ചൈന, യൂറോപ്പ് നിന്നുള്ള മെർച്ചന്റ്സ് എല്ലാം ഇവിടെ വന്നിരുന്നു. അതിന്റെ ഒരു വൈബ് ഇപ്പോൾ ഈ സ്ട്രീറ്റ്സിൽ ഉണ്ട്. ഇഫ് യു ഹാവ് ഗോട്ട് ജസ്റ്റ് 1 day ഹിയർ, സ്റ്റാർട്ട് സ്ലോ. ഓൾഡ് ടൗൺ ഒക്കെ ഒന്ന് കറങ്ങി വിയറ്റ്നാമീസ് കോഫി ഒക്കെ സിപ്പ് ചെയ്ത് ഐക്കോണിക് ബിൽഡിംഗ്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ആൻഡ് ഡോണ്ട് മിസ് ദ ജാപ്പനീസ് കവേർഡ് ബ്രിഡ്ജ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ലോക്കൽ ടൈലേഴ്സിന്റെ അടുത്തൊക്കെ ഒന്ന് കയറി ഹാൻഡ് മെയ്ഡ് ലാൻഡേൺസ് ഒക്കെ വാങ്ങിക്കാം. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ലോസ്റ്റ് ആയി നടക്കുക. ദാറ്റ്സ് ഹോണസ്റ്റ്ലി ദ ബെസ്റ്റ് പാർട്ട്. ഇഫ് യു വാണ്ട് ഗോ ഓൺ എ കോക്കനട്ട് ബോട്ട് റൈഡ്, ഐ വുഡ് റെക്കമെൻഡ് ബുക്കിംഗ് ഇറ്റ് വയ ക്ലൂക്ക്. ഈസി ആൻഡ് ഹാസൽ ഫ്രീ. നൈറ്റ് ആയാൽ ഫുൾ ടൗൺ ലാൻഡേൺ ലൈറ്റ്സ് കൊണ്ട് ഗ്ലോ ചെയ്യും. റിവറിൽ റിഫ്ലക്ട് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. യു വിൽ ഡെഫിനറ്റ്ലി ബി ടെംപ്റ്റഡ് ടു ടേക്ക് എ ലാൻഡേൺ ബോട്ട് റൈഡ് ആൻഡ് യു ഷുഡ്. പക്ഷേ ക്വിക്ക് ടിപ്പ്, പ്രൈസിംഗ് ഒക്കെ കെയർഫുൾ ആയി നോക്കണം, റഷ് ചെയ്യരുത്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു സ്കാമിൽ പെട്ടു, ബട്ട് ലാസ്റ്റ് മിനിറ്റ് എസ്കേപ്പ് ആയി. സോ ബെറ്റർ ടു ചെക്ക് ആൻഡ് കമ്പയർ റേറ്റ്സ് ഓൺ ക്ലൂക്ക് ഫസ്റ്റ്, ദെൻ ഗോ ഫോർ ഇറ്റ് പീസ്ഫുള്ളി. ഹോയാൻ isn't just a place. It's a feeling you carry with you long after you leave. നെക്സ്റ്റ് സ്റ്റോപ്പ് ഹനോയ്. ഡനാങ്ങിൽ നിന്ന് ഹനോയിലേക്ക് ഞങ്ങൾ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആണ് എടുത്തത്. ഹോട്ടൽ ബുക്ക് ചെയ്തത് ഓൾഡ് ക്വാർട്ടറിലാണ് ബിക്കോസ് ദാറ്റ്സ് ദ മെയിൻ ഏരിയ ആൻഡ് ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. ഹനോയ് വിയറ്റ്നാമിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ആൻഡ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിറ്റീസ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഹിസ്റ്ററിയും മോഡേൺ ലൈഫും മിക്സ് ആയി നിൽക്കുന്ന ഒരു പ്ലേസ്. നാരോ സ്ട്രീറ്റ്, കൊളോണിയൽ ബിൽഡിംഗ്സ്, ടെമ്പിൾസ്, കഫേസ് എല്ലാം ഒരു യുണീക് ഫീൽ. ഫ്രഷ് ആയി ഫസ്റ്റ് തിങ് വി ഡിഡ് went out for a coffee and we found this hidden gem cafe which was literally a gem. Honestly, ഹനോയിൽ ക്യൂട്ട് കഫേസ് കണ്ടുപിടിക്കുന്നത് തന്നെ ഒരു സ്മോൾ അഡ്വഞ്ചർ ആണ്. പിന്നെ ഓൾഡ് ക്വാർട്ടറിൽ നടന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോൾ we spotted the famous church, a Uniqlo passing by and a beautiful lake. Every corner felt lively. If you
don't feel like walking around and exploring, you can always opt for the Hanoi City Tour buses. It's comfortable way to see the main spots. You can easily book the tickets via Klook. ഞങ്ങൾ പോയപ്പോൾ ടെറ്റ് ടൈം ആയിരുന്നു, സോ സ്ട്രീറ്റ്സ് ഫുൾ ഫെസ്റ്റീവ് വൈബ്. എവ്രിവൺ വാസ് ഡ്രസ്ഡ് അപ്പ് ട്രഡീഷണൽ വിയറ്റ്നാമീസ് ഔട്ട്ഫിറ്റ് ആൻഡ് ഇറ്റ് മെയ്ഡ് ദ ഹോൾ സിറ്റി ഫീൽ എക്സ്ട്രാ സ്പെഷ്യൽ. ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ഓൾഡ് ക്വാർട്ടർ ഇസ് പെർഫെക്റ്റ് ഫോർ souvenirs and cute finds. And finally, headed to Train Street. Hanoi Train Street is one of the most unique places here. Narrow streetil houses-um cafes-um കൂടി just inches away from train pass ചെയ്യും. It's thrilling, little scary, but such a once-in-a-lifetime experience. Don't forget to check the train timings before you go. Hanoi, little chaotic, super lively, but somehow beautifully unforgettable. Day 2 in Hanoi, and ഇന്ന് ഞങ്ങൾ നിൻബിനിലേക്ക് ഒരു ടൂർ എടുത്തു. ടിക്കറ്റ്സ് ഒക്കെ ക്ലൂക്കിലാണ് ബുക്ക് ചെയ്തത്. അറൌണ്ട് 3,000 rupees per person, and that included travel, sightseeing and lunch. ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്, സോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചൂസ് ചെയ്യാം. യു ക്യാൻ ഓൾസോ ബുക്ക് ത്രൂ ട്രാവൽ ഏജൻസീസ് ഇൻ ഹനോയ്, ബട്ട് മേക്ക് ഷുവർ ടു ഡു പ്രോപ്പർ റിസർച്ച് ബിഫോർ ബുക്കിംഗ്. ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ഗോ ടു നിൻബിൻ, യു ക്യാൻ ഓൾസോ ഓപ്റ്റ് ഫോർ ഹെലോങ് ബേ. അതും ഈക്വലി ബ്യൂട്ടിഫുൾ ആണ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പ്ലേസസ് ഇൻ വിയറ്റ്നാം. Ninh has a lot of historical importance too. Once upon a time, ഇത് വിയറ്റ്നാമിന്റെ ഏൻഷ്യന്റ് ക്യാപിറ്റൽ ആയിരുന്നു. സോ ഇവിടെ ഹിസ്റ്ററിയും നേച്ചറും പെർഫെക്റ്റ് മിക്സ് ആണ്. We opted for Bai Ding Temple and Trang An. Bai Ding Temple is actually one of the largest Buddhist temple complexes in Vietnam, and അതിന്റെ history hundreds of years old ആണ്. The temple area is massive, peaceful and filled with hundreds of Buddha statues. Walking through it itself feels very calm and spiritual. Pinne came the highlight, Trang An boat ride. Honestly, it was so beautiful, surrounded by limestone mountains and cave. But I did feel it was a bit long, almost a 2 hours boat ride. ടൂർ കഴിഞ്ഞിട്ട് ലഞ്ചും കഴിച്ച് ഓപ്പറേറ്റേഴ്സ് ഞങ്ങൾ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു. കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ലാസ്റ്റ് ഈവനിങ് ആയതുകൊണ്ട് തന്നെ വി വെന്റ് ടു ദ ബിയർ സ്ട്രീറ്റ്. അവിടെ കുറച്ചൊക്കെ നടന്നു, ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ ഹോട്ടലിൽ തിരിച്ചു വന്ന് ബാഗ്സ് ഒക്കെ പാക്ക് ചെയ്തു. ബിക്കോസ് നെക്സ്റ്റ് സ്റ്റോപ്പ് ഹോച്ചിമിൻ സിറ്റി. So the last stop in this Vietnam trip is ഹോച്ചിമിൻ സിറ്റി. ഞങ്ങൾ വിയറ്റ്ജെറ്റിന്റെ മോർണിംഗ് ഫ്ലൈറ്റിലാണ് ഹനോയിൽ നിന്ന് ഹോച്ചിമിൻ സിറ്റിയിലേക്ക് ഫ്ലൈ ചെയ്തത്. ഫ്ലൈറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ വിയറ്റ്ജെറ്റിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് കണ്ടിരുന്നു. ആൻഡ് യെസ്, ഞങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് ഗേറ്റ് ചേഞ്ച് ഉണ്ടായി. അത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു. ബട്ട് ഓണസ്റ്റ്ലി അത് വിട്ടു നോക്കിയാൽ ബാക്കി എക്സ്പീരിയൻസ് ഒക്കെ പെർഫെക്റ്റ്ലി ഫൈൻ ആയിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് ഇറ്റ് സെൽഫ് വാസ് ബിഗ് ആൻഡ് കംഫർട്ടബിൾ. വേറെ മേജർ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. വൺ ടിപ്പ്, വിയറ്റ്ജെറ്റിൽ യൂഷ്വലി ചെക്ക് ഇൻ ക്യൂ വളരെ വലുതായിരിക്കും ബിക്കോസ് ഇറ്റ്സ് എ ബഡ്ജറ്റ് എയർലൈൻ. ബട്ട് ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിരുന്നു. സോ ബാഗേജ് ഡ്രോപ്പ് സെപ്പറേറ്റ് കൗണ്ടറിൽ ഈസി ആയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഓൺലി സ്മോൾ ഡിഫിക്കൽട്ടി ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ബാഗേജ് ഡിലേ അറ്റ് ഹോച്ചിമിൻ സിറ്റി ആയിരുന്നു. അറൌണ്ട് 12:31 PM ഞങ്ങൾ സിറ്റിയിലെത്തി. ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തു, ഫ്രഷ് ആയി ഉടനെ പുറത്തേക്ക് ഇറങ്ങി. ഹോച്ചിമിൻ സിറ്റി, ഏർലിയർ നോൺ ആസ് സൈഗോൺ, വിയറ്റ്നാമിന്റെ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ടായിരുന്ന സിറ്റിയാണ്, എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ വിയറ്റ്നാം വാർ. ടുഡേ ഇത് വിയറ്റ്നാമിന്റെ ബിഗ്ഗസ്റ്റ് സിറ്റിയാണ്, നോൺ ഫോർ ഇറ്റ്സ് ഫാസ്റ്റ് ലൈഫ്, മാർക്കറ്റ്സ്, കഫേസ് ആൻഡ് വെരി എനർജറ്റിക് വൈബ്. ഫസ്റ്റ് ഞങ്ങൾ പോയത് ഫേമസ് ഒയാസിസ് കോയ് കഫേയിലേക്കാണ്. ആൻഡ് ഓണസ്റ്റ്ലി ഇഫ് യു ആർ വിസിറ്റിംഗ് ഹിയർ, ദിസ് ഇസ് സച്ച് എ ഫൺ എക്സ്പീരിയൻസ്. കോയ് ഫിഷസിന്റെ ഇടയിൽ ഇരുന്നിട്ട് കോഫി കഴിക്കാം. ആൻഡ് ഓൾസോ യു ക്യാൻ ഹാവ് ഫുഡ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഫീഡ് ദ ഫിഷ്, യു ക്യാൻ ആക്ച്വലി ബൈ ദ ഫിഷ് ഫുഡ് ആൻഡ് അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഫിഷസ് എല്ലായിടത്തും മൂവ് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു വേറെ ഫീലാണ് ആൻഡ് ഇൻസ്റ്റഗ്രാം വർത്തി എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെയിൻ ടൗൺ സൈറ്റിലേക്ക് പോയി ഫേമസ് കഫേ അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കാൻ നടന്നു. വഴിയിൽ തന്നെ ഒരു ലോക്കൽ മാർക്കറ്റ് ഏരിയ കണ്ടു. അവിടെ കയറി കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. ഓൾമോസ്റ്റ് 8 ടൈം ആയിരുന്നു. സോ പല ഷോപ്പും നേരത്തെ ക്ലോസ് ചെയ്തിരുന്നു. പക്ഷെ സ്ട്രീറ്റ് സ്റ്റിൽ ഫെൽറ്റ് ലൈവ്ലി. കഫേ അപ്പാർട്ട്മെന്റിൽ ഫോട്ടോസ് ഒക്കെ എടുത്ത്, പിന്നെ ബിഗ് സ്ട്രീറ്റ് ആണ് അതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. അവിടെയൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്തു. ഒരു ചെറിയ ടിപ്പ്, എവിടെയെങ്കിലും ഷുഗർ കെയിൻ ജ്യൂസ് കണ്ടാൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. സൂപ്പർ റിഫ്രഷിംഗ് ആണ്. ഇഫ് യു ഹാവ് ജസ്റ്റ് വൺ ഡേ ഹിയർ, സിറ്റി ടൂർ ബസ്സസ് അവൈലബിൾ ആണ്. ടിക്കറ്റ്സ് ക്ലൂക്കിൽ ഈസി ആയി ബുക്ക് ചെയ്യാം. ആൻഡ് അതെടുത്താൽ മേജർ സ്പോട്ട്സ് എല്ലാം കവർ ചെയ്യാൻ പറ്റും. ആൻഡ് വൺ തിങ് യു ഷുഡ് നോട്ട് മിസ്, ഗ്രാബ് ബൈക്ക് റൈഡ്. സിറ്റി വൈബ് പ്രോപ്പറായി ഫീൽ ചെയ്യാൻ അതൊരു മസ്റ്റ് ഡു എക്സ്പീരിയൻസ് ആണ്. നൈറ്റിൽ ഞങ്ങളൊരു റിലാക്സിംഗ് മസാജ് എടുത്തു. പിന്നെ റൂമിൽ തിരിച്ചു വന്ന് ബാഗ്സ് ഒക്കെ പാക്ക് ചെയ്തു. ബിക്കോസ് നെക്സ്റ്റ് ഡേ it was time to head back home, ending one of the best trips we have had.